ഈ സങ്കീർത്തനമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാതെ അറിയാവുന്നതായിരിക്കും. ഈ 89 സാം 89 89ാമത്തെ സങ്കീർത്തനം ഒന്ന് എടുക്കണം. അത് ദാവീദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അത് രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന വെച്ചാൽ ദാവീദിന് വേണ്ടി ദാവീദിൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്ന ജനം, ദാവീദിൻ്റെ പരിവാരങ്ങൾ, പുരോഹിതന്മാർ എല്ലാം കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്. ദാവീദ് രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കില്ല. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വചനം എടുക്കണമെന്ന് പെട്ടെന്ന് ആഗ്രഹിച്ചാൽ ഓടി ഈ വചനം എടുത്തേക്കുക. ദാവീദിനെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്നിടത്ത് ശരിക്കും എന്നാ പറയണം? എൻ്റെ കർത്താവെ, എൻ്റെ ഈ മകനെ, എൻ്റെ ഈ മോളെ നീ അനുഗ്രഹിക്കണേ, എൻ്റെ ജീവിത പങ്കാളെ അനുഗ്രഹിക്കണേ, ഈ അച്ഛനെ അനുഗ്രഹിക്കണേ, ഈ സിസ്റ്ററിനെ അനുഗ്രഹിക്കണേ. എന്നോട് പ്രാർത്ഥന ചോദിച്ചു ഈ വ്യക്തിയെ, കർത്താവെ എന്നാ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവർ നമ്മളോട് നമ്മുടെ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയുള്ളൂ, അവരുടെ ആവശ്യം പറയില്ല. ചിലപ്പോൾ അവരുടെ സങ്കടം അവർ പറയില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുള്ളൂ. ഈശോയോട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞേക്കാം, ദാവീദിനെ ഓർക്കണേ എന്ന് പറഞ്ഞ പോലെ ഈശോയെ ഈ വ്യക്തി അങ്ങ് ഓർക്കണമേ. പേരൊക്കെ അറിയാമെങ്കിൽ അവരുടെ പേര് പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുക, അവരെ ഓർക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനുഗ്രഹം കർത്താവ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. 89ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 21ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് അടയാളപ്പെടുത്തിയിടണം. നമ്മൾ